ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഒക്ടോബർ 2. അഴിമതിയിലാറാടി കർണാടക ഭരണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഉപ്പുവച്ച കലം പോലെയായത് അവരുടെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും നേതാക്കളുടെ കൊടിയ അഴിമതിയും കുംഭകോണവുമാണ്. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വളമായിട്ടും പാഠം പഠിക്കാതെ കോൺഗ്രസ് ഇപ്പോഴും അഴിമതിയുടെ ചാമ്പ്യന്മാരാകാൻ മത്സരിക്കുകയാണ്. ഭരണം പണസമ്പാദനത്തിനുള്ള എളുപ്പവഴി മാത്രമാണെന്നാണ് ആ പാർട്ടിയെ നയിക്കുന്നവരുടെ ചിന്ത. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതിന് അടിവരയിടുകയാണ്. BJPയുടെ അഴിമതി ഭരണത്തിൽ മനമടുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയത്. എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ അഴിമതിക്ക് നേതൃത്വം നൽകുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് BJPയുടെ സഹായത്തോടെ നടത്തിയ ഭൂമി കുംഭകോണമാണ് ഇപ്പോൾ വിവാദമായത്. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി മൈസൂർ കസേരയിലുണ്ടായിരുന്ന 3.16 ഏക്കർ ഭൂമി വിട്ടുകൊടുത്തു. ഇതിനു പകരമായി വിജയനഗറിൽ മുട വികസിപ്പിച്ചെടുത്ത 38,283 ചതുരശ്ര അടി പ്ലോട്ടുകൾ നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് പരാതി. മുടക്കി നൽകുന്ന ഭൂമിക്ക് പകരമായി അവർ വികസിപ്പിച്ചെടുത്ത പ്ലോട്ടുകളിൽ 50% പകരം ഭൂമിയോ നൽകുമെന്നാണ് വ്യവസ്ഥ. വിട്ടുകൊടുത്ത ഭൂമിയുടെ 10 മടങ്ങ് മൂല്യമുള്ള ഭൂമിയാണ് സിദ്ധരാമയ്യയുടെ കുടുംബത്തിന് നൽകിയത്. ഇതിനായി മുട വ്യാജരേഖ ചമച്ചതായും പരാതിയുണ്ട്. BJP ഭരണത്തിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളതിൽ ഒന്നു മാത്രമാണിത്. സ്നേഹമയി കൃഷ്ണ, മലയാളിയായ TJ അബ്രഹാം, പ്രദീപ് കുമാർ എന്നീ സാമൂഹ്യ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ലോകായുക്ത പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് EDയും കേസെടുത്തു. സിദ്ധരാമയ്യ, ഭാര്യ പാർവതി, ഭാര്യ സഹോദരൻ മല്ലികാർജുന സ്വാമി, ഇവർക്ക് കസേരയിലെ സ്ഥലം നൽകിയ ദേവരാജു എന്നിവരാണ് പ്രതികൾ. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് സൂചന. കസേരയിലെ സ്ഥലം 2004 പാർവതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വ്യാജരേഖ ഉണ്ടാക്കിയതായും പരാതിയുണ്ട്. ഈ ഭൂമിയുടെ വിവരം 2013 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കമ്മീഷനു മുന്നിൽ വെളിപ്പെടുത്താത്തതിന് മറ്റൊരു കേസും സിദ്ധരാമയ്യയുടെ പേരിലുണ്ട്. ലോകായുക്തയും EDയും കേസെടുത്തതിനു പിന്നാലെ മുട പദ്ധതി വഴി ലഭിച്ച ഭൂമി തിരിച്ചു നൽകാൻ സന്നദ്ധയാണെന്ന് പറഞ്ഞ് പാർവതി രംഗത്തെത്തി. അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ കളവു മുതൽ തിരിച്ചു നൽകാൻ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത്. BJPയുടെ സഹായത്തോടെയാണ് അഴിമതി നടന്നതെങ്കിലും ഭരണം മാറിയപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് അവരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കർണാടകത്തിലെ കോൺഗ്രസ് ഭരണം ചുരുങ്ങിയ നാൾ കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി. അഴിമതി ആരോപണത്തെ തുടർന്ന് പട്ടികജാതി വർഗ വികസന മന്ത്രി B നാഗേന്ദ്ര ഈയിടെ രാജിവെച്ചിരുന്നു. മഹർഷി വാത്മീകി പട്ടികവർഗ കോർപ്പറേഷന്റെ 100 കോടിയുടെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടായിരുന്നു രാജി. ED അറസ്റ്റ് ചെയ്ത നാഗേന്ദ്ര ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഉപമുഖ്യമന്ത്രി D ശിവകുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടിയും ഇവിടെ കോൺഗ്രസിനെ ഉലയ്ക്കുകയാണ്. ജനങ്ങൾ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയാലും അഴിമതിയും തമ്മിൽ തല്ലും അവരെ വളരെ പെട്ടെന്ന് ജനവിരുദ്ധരാക്കുകയാണ്. എവിടെ ഭരണം കിട്ടിയാലും അഴിമതിയിലും അധികാര വടംവലിയിലുമാണ് അവരുടെ ശ്രദ്ധ.